ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലുമായി തിരുവചനവുമായി കടന്നു വരുവാൻ കൃപാലുവായ ദൈവം എന്നെ അനുവദിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രമിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോടൊപ്പമായി അല്പനേരം തിരുവചനം ചിന്തിക്കുവാനും പങ്കുവയ്ക്കുവാനും അടിയൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ തിരുവചനത്തെ ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ പോകുന്ന വിഷയം കർത്താവായ യേശുക്രിസ്തു ആരാകുന്നു എന്നതാണ്. ചിലർ ക്രിസ്തുവിനെ പ്രവാചകനെന്നും ദൈവപുത്രനെന്നും മനുഷ്യപുത്രനെന്നും ദാവീദിൻ്റെ പുത്രനെന്നും അബ്രഹാമിൻ്റെ പുത്രനെന്നും ജോസയുടെയും മറിയയുടെയും പുത്രനെന്നും രാജാവെന്നും ഇങ്ങനെ തുടങ്ങി വിവിധ നിലയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തു ആരാകുന്നു? ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യ വചനം വിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. അപ്പൊ ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ സ്തോത്രം ധരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു യഥാർത്ഥത്തിൽ ആരാകുന്നു. വ്യത്യസ്തമായ നിലകളിൽ ഓരോരോ ചിന്താശ്രേണികളെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് പിന്നീടായി നമുക്ക് ചിന്തിക്കാം, പഠിക്കാം. ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുവാൻ അത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് പൂർണ്ണമായും അടിയൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഒന്നാമതായി ആധാരമായി നാം ചിന്തിക്കുന്നത് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യമാണ്. വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപമില്ലാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഇവിടെ റോമാലേഖനക്കാരൻ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് ഇതാണ്: വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദം. വരുവാനുള്ള അവന്റെ പ്രതിരൂപമാണ് ആദമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വരുവാനുള്ളവൻ ആരാണ് എന്ന് നാം പഠിക്കുമ്പോൾ അത് കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്ന് കാണുവാൻ കഴിയും. ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ വാഗ്ദത്ത സന്തതി എന്നാണ് പറയുന്നത്. ഈ വരുവാനിരിക്കുന്നവൻ വാഗ്ദത്ത സന്തതിയാകുന്നു എന്ന് പറയുന്നു. നമ്മൾ ഉൽപ്പത്തി 3:15 മുതൽ നമുക്ക് ആധാരമാക്കി നമുക്ക് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ന്യായപ്രമാണം എന്തിന് എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുക. വാഗ്ദത്ത സന്തതി വരുവോളം എന്നാണ്. അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തത് ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. അപ്പോൾ
ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് വാഗ്ദത്ത സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തതുമത്രേ. അതിൻ്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ അത് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അപ്പൊ ക്രിസ്തുവേശുവിങ്കിലേക്ക് നയിക്കുന്ന ശിശുപാലകനാണ് ന്യായപ്രമാണമെന്ന് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിൽ 44 പറയുന്നത്, ന്യായപ്രമാണ പുസ്തകങ്ങളിൽ, സങ്കീർത്തന പുസ്തകങ്ങളിൽ, മോശ പുസ്തകങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത്, ഒന്ന് വരുവാൻ ഇരിക്കുന്നവൻ്റെ നിഴലായ അല്ലെങ്കിൽ വരുവാനിരിക്കുന്നവൻ്റെ പ്രതിരൂപമായ സ്തോത്രം ആദമിനെ കുറിച്ചാണ് ഇന്ന് നാം അല്പമായി ചിന്തിക്കുന്നത്. ഈ വരുവാനിരിക്കുന്നവൻ ആരാകുന്നു എന്ന് നമുക്ക് സ്തോത്രം ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവൻ അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ പ്രതിരൂപവും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു. അത് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശകലനമായി പഠനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ നാം ചില വാക്യങ്ങൾ മാത്രമായിട്ട് അതിൻ്റെ ചില ആശയങ്ങൾ മാത്രം പങ്കുവയ്ക്കുവാനാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. അവൻ അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അപ്പം വരുവാനിരുന്നവൻ്റെ പ്രതിരൂപമായ ആദം, അതായത് വരുന്നവനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. സ്തോത്രം. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ പഠിക്കേണ്ടതായ ഒരു വിഷയമാണ്. അനേക മർമ്മങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന വലിയൊരു വിഷയമാണിത്. അതുകൊണ്ട് ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്നതായ മർമ്മം നമുക്ക് അറിയേണ്ടതുണ്ട്. സ്തോത്രം. അപ്പം ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് എന്നുള്ളതാണ്. സ്തോത്രം. അപ്പം ഒന്നാമത് ക്രിസ്തു, ആദം എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ്. അവൻ അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ഈ പ്രതിരൂപത്തിലാകുന്നു ആദമിനെ സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വായിക്കുമ്പോൾ, വരിക നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പം വരിക നാം നമ്മുടെ, അതൊരു വലിയ സബ്ജക്റ്റാണ്. നമുക്ക് അത് ചിന്തിക്കാം പിന്നീട്. തുടർന്ന് നാം ചിന്തിച്ചു വരുമ്പോൾ ഓരോ വിഷയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാകുന്നു എന്ന്. ഒന്നാമതായി നാം കാണുന്നത് ആദം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള ആധികാരികമായ അറിവ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നൽകും. സ്തോത്രം. അതുകൊണ്ട് ഈ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ഈ അറിവാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ വരിക നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. 27 വായിക്കുന്നു, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, അവനാണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ്. അപ്പം ആദമിനെ സൃഷ്ടിക്കുമ്പോൾ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2 നമ്മൾ വായിക്കുമ്പോൾ അവർക്ക് ആദം എന്ന പേരിട്ടു. അപ്പം ആദമിൽ ആകുന്നു സ്തോത്രം ആണും പെണ്ണും ഇരിക്കുന്നത്. സ്തോത്രം. ഇതിനെ രണ്ടായി വേർപെടുത്തി എന്നുള്ളതാണ്. പിന്നീടുള്ള സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദമിൽ നിന്ന് വേർപെടുത്തി സ്ത്രീയായി സൃഷ്ടിച്ച ശേഷം ഇപ്പോൾ ആണും പെണ്ണും സ്തോത്രം ഉണ്ടാകുന്നതിന് കാരണമായി ആണും പെണ്ണും തന്നെ ആവശ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആദ്യമായിരിക്കുന്ന ആ സൃഷ്ടിയിൽ ആദമിൽ തന്നെയാണ് ഹവ്വയുണ്ടായില്ലെങ്കിൽ സ്ത്രീ പെണ്ണുണ്ടായിരുന്നതെന്നും ആ പെണ്ണിനെ പിന്നീട് ദൈവം വേറെ സെപ്പറേറ്റായി മാറ്റി സൃഷ്ടിച്ചു എന്നും ആ സൃഷ്ടിയിലൂടെയാണ് പിന്നീട് ആണും പെണ്ണും ചേർന്ന് ലോകത്ത് സ്തോത്രം മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടു, ആണും പെണ്ണുമായി. സ്തോത്രം. അപ്പോൾ ഇതൊരു സത്യമാണ്, ഇതൊരു മർമ്മമാണ്. സ്തോത്രം. അപ്പം ദൈവം, അദൃശ്യനായ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കാണാത്ത ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വിശകലനമായ ഒരു പഠനമാണ് നമുക്ക് ആവശ്യമാണ്. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. ലോകത്തിലുണ്ടായിരുന്നു. അപ്പൊ ലോകത്തിലുണ്ടായിരിക്കുമ്പോൾ തന്നെ ജഡമായി വന്നത് സ്തോത്രം എപ്പോഴാണ്? എപ്പോഴെല്ലാം ലോകത്തിൽ മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ യേശുക്രിസ്തു ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശകലനമായിരിക്കുന്ന പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞു. ആദം വരുവാൻ ഇരിക്കുന്നവന്റെ പ്രതിരൂപമാണ്. ആ രൂപം എന്ന് പ്രതിരൂപം എന്ന് പറയപ്പെടുന്നത് സ്തോത്രം ദൈവത്തിന്റെ രൂപമാണ്, ദൈവത്തിന്റെ സ്വരൂപമാണ്, ദൈവത്തിന്റെ സാദൃശ്യമാണ് എന്ന് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങളിലൂടെ കാണുവാൻ കഴിയും. അപ്പോൾ നാം എന്ന പദപ്രയോഗം എന്നതും നാം, നമ്മുടെ എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ ആധികാരികമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. കാരണം സൃഷ്ടാക്കളുണ്ടോ? അതേ ഒരു സൃഷ്ടാവാണോ ഉള്ളത്? അത് ഏകദൈവമാണോ? അതേ ത്രിയേക ദൈവമാണോ എന്നുള്ളതായിരിക്കുന്ന ഒരു വിശകലനമായിരിക്കുന്ന പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കാണാത്ത ദൈവത്തിൻ്റെ ദൃശ്യരൂപമാണ്. പിതാവായ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണ് എന്ന് നമുക്ക് വിശകലനമായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദം ദൈവത്തിൻ്റെ ദൃശ്യരൂപമാണ്. ആദം സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ സ്വരൂപമാണ്. ആദം വരുവാനുള്ളവന്റെ പ്രതിരൂപമാണ്. വരുവാനുള്ളവൻ യേശുക്രിസ്തു അദൃശ്യ ദൈവത്തിൻ്റെ പ്രതിമയാണ്. സ്തോത്രം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വായിക്കുമ്പോൾ പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. സ്തോത്രം. ഇത് പൂർവകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമാണ്. അപ്പോൾ വരുവാനുള്ളവൻ സ്തോത്രം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ് ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആദമിനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ഉം 27-ാം വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്ന മർമ്മമാണ് ക്രിസ്തു എന്നുള്ളത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ സൃഷ്ടാക്കളുണ്ടോ? അത് ഒരു സൃഷ്ടാവാണോ ഉള്ളത്?
ഏകദൈവമാണോ അത് ത്രിയേക ദൈവമാണോ എന്നുള്ളതായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. വളരെ സ്തോത്രം അനുഗ്രഹീതമായ ചിന്തകളിലേക്ക് നമുക്ക് സ്തോത്രം കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം എബ്രായ ലേഖനക്കാരൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, വരുവാനുള്ളവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് എന്നാണ്. സ്തോത്രം. അപ്പോൾ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ൽ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി. ദൈവം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായിരിക്കുന്നത് കൊണ്ട് ദൈവം എന്നുള്ളത് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ആ ദാസരൂപം സ്വീകരിച്ചു എന്നാണ് സ്തോത്രം ഫിലിപ്പി ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. തിമോഥെയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ സ്തോത്രം 16-ാം വാക്യത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച്, ദൈവ പദ്ധതിയെക്കുറിച്ച് അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നതായ ദൈവത്തെക്കുറിച്ചുള്ള സ്തോത്രം വിശ്വാസം നമുക്ക് പ്രാപിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ ദൈവത്തിങ്കലെ വിശ്വാസം, ദൈവത്തെക്കുറിച്ച് എന്താണ് നീ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വളരെ വിശകലനമായി നമുക്ക് ഇത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ 1 തീമോഥെയോസ് അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 17 നമ്മൾ വായിക്കുമ്പോൾ, നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. സ്തോത്രം. അതുകൊണ്ട് അവൻ ജഡത്തിൽ വെളിപ്പെട്ടതാണ്. ആ ജഡത്തിൽ വെളിപ്പെട്ടത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അങ്ങനെയായി ദൈവമെന്ന സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ സ്തോത്രം വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ദാസനായി തീർന്നു, വേഷത്തിൽ മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനെങ്കിലും അവൻ വരുവാനിരിക്കുന്നവന്റെ പ്രതിരൂപമാണ്. ആദമെന്നും വരുവാനിരിക്കുന്നത് ക്രിസ്തുവാണെന്നും ആ കർത്താവായ യേശു, അതാണ് അവൻ വരുന്നവനാണ്, ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, വരുന്നവനാണ്. ഇപ്പോഴും നാം കാത്തിരിക്കുകയാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ വീണ്ടും 2-മതും പ്രത്യക്ഷപ്പെടും. ഈ വരവിന് വേണ്ടി സകലരും ഒരുങ്ങിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. സ്തോത്രം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് കാത്തിരിക്കുകയാണ്. ഇവിടെ പറയുന്നു സ്തോത്രം, നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവം. അവൻ നിത്യരാജാവാണ്. സ്തോത്രം. അവൻ മരിച്ചപ്പോൾ എഴുതി വെച്ചു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ രാജാവിനെ കുറിച്ച് നമുക്ക് വിശകലനമായി ഇന്ന് പഠിക്കേണ്ടതുണ്ട്. യഹോവയാണ് രാജാവ് എന്ന് പറയപ്പെടുന്നത്, കർത്താവ് എന്ന് പറയപ്പെടുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആ രാജാവ് ആണ് ഇവിടെ വേഷത്തിൽ വരുന്നത്. അത് ദൈവത്തിൻ്റെ സ്വരൂപമാണ്. സ്തോത്രം. അത് സ്തോത്രം ഹല്ലേലൂയ വരുവാനുള്ളവന്റെ പ്രതിരൂപമാണ് ആദം. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്നു, നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. അപ്പൊ ദൈവത്തിൻ്റെ ഏകനാമമാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ആവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ആത്മീകമല്ലാത്ത ജഡകീയമായ സ്തോത്രം ഹല്ലേലൂയ ആ ചിന്താഗതി ആത്മീകമായി വിവേചിക്കപ്പെടാത്തതായ ചിന്തകളിൽ നിന്ന് വേർപെട്ടുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
സ്നാനപ്പെടണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്താണ്? ആ നാമം യേശു ക്രിസ്തു എന്നതാണ്. കർത്താവായ ആ യേശു ക്രിസ്തു എന്നതാണ് ആ നാമം. സ്തോത്രം. അവൻ പിതാവാണ്. സ്തോത്രം. അവൻ അദൃശ്യനായ ദൈവമാണ്. സ്തോത്രം. അവൻ മക്കൾ ജഡരക്തങ്ങളോടുകൂടി ഒരാകൊണ്ട് അവൻ ജഡത്തിൽ വെളിപ്പെട്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ദൈവത്തെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പ്രിയരെ, അതുകൊണ്ട് ഏക ദൈവത്തിൻ്റെ നാമമാണ്. സഖരിയ പ്രവചനത്തിൽ അതിൽ കാണുവാൻ കഴിയും. 14 നമ്മൾ വായിക്കുന്നത് 9-ാം വാക്യം, അന്നാളിൽ അവൻ്റെ നാമം ഏകവും അവൻ ഏകനുമായിരിക്കും. സ്തോത്രം. പ്രിയരെ, അതുകൊണ്ട് ഏകൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം എന്ന് യേശു ക്രിസ്തു ആകുന്നു. ഇത് നമുക്ക് വിശകലനമായി നമുക്ക് സ്തോത്രം ഒന്ന് പഠിക്കേണ്ടത് ഉണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞ സ്തോത്രം ആ തിരുവചനത്തിൻ്റെ കൽപ്പനയുടെ അനുസൃതമായി അവരൊരുമിച്ച് കൂടിയിരുന്നു. അന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് അവർ പകർന്നു. അന്ന് സംഭവിക്കുന്നതായ ആ സംഭവവികാസം കണ്ട് സ്തോത്രം ജനങ്ങൾ പലതരത്തിൽ ചിന്തിക്കുകയും വിസ്മയിക്കുകയും ചെയ്തപ്പോൾ അവര് സ്തോത്രം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായികൾ നിങ്ങൾ തെറ്റിപ്പോകുന്നു. അതുകൊണ്ട് തിരുവഴുത്തിൻ്റെ ഹല്ലേലൂയ നിവർത്തിയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് യോവേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന തിരുവഴുത്താണ്. ആ തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ആത്മാവ് എന്നാണ്. അവിടെ ഹല്ലേലൂയ സ്തോത്രം, അത് യഹോവയുടെ ആത്മാവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. സ്തോത്രം. ആ യഹോവയുടെ ആത്മാവ് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ഇരുന്നത്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്യുകൊണ്ട് അവൻ്റെ ആത്മാവിൻ്റെ മേൽ ഇരിക്കും. സ്തോത്രം. പിതാവിനിൽ വസിച്ചുകൊണ്ടത്രേ സ്തോത്രം ആദർശനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമായി സ്തോത്രം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ രൂപമല്ല മനുഷ്യരൂപം. സ്തോത്രം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ നിർണയപ്രകാരമുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ച്, സൃഷ്ടിയോടുള്ള മനുഷ്യൻ എന്ന സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് വിശകലനമായി പഠിക്കാം. അതുപോലെ ആദം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ചും അതിൻ്റെ സൃഷ്ടിമർമ്മം, ക്രിസ്തു സഭയും ദൈവിക നിയമങ്ങളും ദൈവിക നിർണയവും എന്നുള്ളതായ സ്തോത്രം ഹല്ലേലൂയ പഠനം നമുക്ക് തുടർന്നും പഠിക്കാൻ ദൈവം സ്തോത്രം അവസരം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് ആദം. എന്താണ് മക്കൾ? ജഡരത്നം. അവൻ ദൈവമെന്ന സമത്വം മൃഗ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കും. വേഷത്തിൽ സ്തോത്രം ദാസരൂപമെടുത്ത് വേഷത്തിൽ അവൻ മനുഷ്യനായതാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കുന്നവരാണ്. ദൈവമോ ഒരുവൻ മാത്രം. സ്തോത്രം. പ്രിയരെ, അതുകൊണ്ട് ആ സത്യത്തെ മനസ്സിലാക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് അപ്പോസ്തലന്മാരിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരോടുകൂടെ ഇരുന്നപ്പോൾ അവരെ ഓർമ്മപ്പെടുത്തി, ഹല്ലേലൂയ ഈ മർമ്മമാണ് ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന്. സ്തോത്രം. ക്രിസ്തു അവരിലിരുന്നപ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അവരിൽ മേലിരുന്നപ്പോൾ, അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് അവരിൽ ഇരുന്നപ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞത് എന്ത് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി. അതിൻ്റെ സത്യം എന്തെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവിക അല്ലെങ്കിൽ കൽപ്പന, അതിൻ്റെ സത്യം
അതിൻ്റെ പരിശുദ്ധാത്മാവിനെ നല്ല സകല സത്യത്തിലും വഴി നടന്നു. അതിൻ്റെ സത്യം എന്തായിരുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തിയപ്പോൾ അവർ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. 2:38-16 നമ്മൾ വായിക്കുമ്പോൾ, 10:48 വായിക്കുമ്പോൾ, മാത്രമല്ല 19:1-5 വരുമ്പോൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? സ്തോത്രം. അപ്പോൾ ഓരോ യോഹന്നാന്റെ സ്നാനം എന്ന് പറയുന്നത് മാനസാന്തര സ്നാനമാണ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം. അതുകൊണ്ട് മരിച്ചിടക്ക് പുനരുത്ഥാനത്തോടെ ഭവിക്കുന്ന ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം സകല പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്ന എന്ത് എന്ന് മനസ്സിലാക്കി, സ്തോത്രം, ഹല്ലേലൂയ, യേശു ക്രിസ്തു ആരെന്ന് ഹൃദ്യമായി നമുക്ക് ആദ്യം തൊട്ട് ഹല്ലേലൂയ നമുക്ക് പഠിപ്പാൻ ദൈവം ഇനിയും അവസരങ്ങൾ ഉണ്ടാക്കി നൽകി നമുക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. യേശുവേ നന്ദി, 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 നന്ദി. ഗോഡ് ബ്ലെസ് യു. സ്തോത്രം.